ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ജോഗ്രഫിയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അതായത് നദികളെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത്. എസ്പെഷ്യലി കേരള ജോഗ്രഫിയിൽ 5 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഈ 5 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കളയരുത്. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ 5 മാർക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ കറക്കി കുത്തി എന്തെങ്കിലും എഴുതി വെച്ചാൽ ഒരു 1/2 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ അതിന് കിട്ടുമായിരുന്നു. പക്ഷെ PSCയിൽ 1 മാർക്ക് പോയാൽ 1 മാർക്ക് പോയത് തന്നെയാണ്. 3 തെറ്റിന് 1.5 മാർക്ക് വെച്ച് പോകുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ 5 മാർക്കൊന്നും ഒരിക്കലും നിങ്ങൾ PSCയുടെ കാര്യത്തിൽ അതിന് 5 ഉള്ളല്ലോ, അത് അക്കി കുത്താലോ എന്നുള്ള മട്ടിൽ കളയരുത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ, ഓരോ നദികൾക്ക് പല പേരുകളും അതിന്റെ നീളവും പിന്നെ അതിന്റെ പതന സ്ഥലവും ഉത്ഭവവും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരും. ഈ നദി എവിടെ നിന്നാണോ ഉത്ഭവിച്ചേ, ഈ നദി അവിടെ നിന്നാണോ ഉത്ഭവിച്ചേ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഫാക്ട്സിലേക്കായിരിക്കും നമ്മളെ നയിക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ കേരളത്തിലെ നദികളിൽ ആദ്യം പറയാൻ പോകുന്നത് പമ്പ നദിയെ പറ്റിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ പമ്പ നദി, ഇല്ലേ? ആരും കേൾക്കാത്തവരായിട്ട് ഉണ്ടാവില്ല പമ്പ നദിയെ പറ്റിയിട്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നദിയാണ് കേരളത്തില്. ഈ പമ്പ നദിയുടെ നീളം എന്ന് പറയുന്നത് 176 കിലോമീറ്റർ ആണ്. എത്രയാണ്? 176 കിലോമീറ്ററോളമാണ് പമ്പ നദിയുടെ നീളം എന്ന് പറഞ്ഞാല്. ഈ 176 എന്ന് പറഞ്ഞ സംഖ്യ വളരെ എളുപ്പകരമായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, അതായത് മനസ്സിൽ പതിപ്പിക്കാലോ. 176, 7ന് തൊട്ട് മുന്നേയുള്ള സംഖ്യ ഏതാണ്? 6. അതായത് ബാക്കിലേക്ക് സീക്വൻസ് നോക്കി ഇവിടെ 6, 7, 1 അവിടെ എന്തായാലും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ 76 എന്ന് പറയുന്ന സംഖ്യയാണ്. അതെന്താ, രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകളല്ലേ. അപ്പൊ ആകെ നീളം 176 കിലോമീറ്റർ ആണ് എന്തിനുള്ളത്? പമ്പ നദിക്കുള്ളത്. പമ്പ നദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുളിച്ചിമലയിലാണ്. അത് പുളിച്ചിമല എന്ന് പറഞ്ഞാൽ പീരിമേട് പീഠഭൂമിയുടെ ഭാഗത്തായിട്ട് കേട്ടോ. അതായത് പമ്പ നദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് പുളിച്ചിമലയാണ്. അതായത് പീരിമേട് പീഠഭൂമിയുടെ അടുത്തായിട്ട്. പുളിച്ചിമല എന്ന് പറഞ്ഞാൽ പീരിമേട് പീഠഭൂമി. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് ഏത്? പമ്പ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? പമ്പയാണ് കേട്ടോ. പിന്നെ പമ്പയുടെ പതന സ്ഥലം വേമ്പനാട്ടുകായലാണ്. അതുകൂടാതെ തന്നെ പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ അറിയാവോ ആർക്കെങ്കിലും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഒന്നും അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പലർക്കും അറിയില്ല, എന്നാൽ അറിയുന്നവരുണ്ടാവും. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, ഈ 3 ജില്ലകളിൽ കൂടിയാണ് പമ്പ നദി ഒഴുകുന്നത്. അപ്പൊ കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദി ഒഴുകുന്ന ജില്ലകൾ എവിടെ കൂടെയൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ഇത് പതിക്കുന്നത് എവിടെയാണ്? ഇത് ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇത് പതനം എവിടെയാണ് സംഭവിക്കുന്നത്? വേമ്പനാട്ടുകായലിലാണ് കേട്ടോ. ഇനി ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരവും ഏതാണ്? പമ്പ. അതുകൊണ്ട് തന്നെയാണ് പമ്പ പുണ്യനദിയാണ് എന്നൊക്കെ പറയപ്പെടുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദി ആയതിനാല് പമ്പയെ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് കേരളത്തിലെ പുണ്യനദി എന്നുള്ളൊരു വിശേഷണം പമ്പയ്ക്കുണ്ട്. അപ്പൊ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? പമ്പയാണ്. പ്രാചീന കാലത്ത് പമ്പയ്ക്ക് ബാരിസ് എന്ന് പറയുന്ന ഒരു പേര് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ ബാരിസ് എന്ന പേരിലാണ് പമ്പ നദി അറിയപ്പെട്ടിരുന്നത്. ഇനി ഈ ബാരിസ് ഓർത്ത് വെക്കാൻ ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയൊന്നും അല്ല കേട്ടോ. അതായത് നിങ്ങൾ ട്രോജൻ വാറിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാനും ഇംഗ്ലീഷിൽ കവിതകളായിട്ടും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അധ്യായമാണ് ഈ ട്രോജൻ വാർ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ട്രോജൻ വാറില് ഒരു വലിയ യോദ്ധാവ് ഉണ്ടായിരുന്നു, അക്കിലീസ് എന്ന് പറയും. പലരും കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും കേൾക്കുന്നത്. മെർമേഡിയൻസ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു അക്കിലീസ്. ഈ അക്കിലീസിന്റെ കാമുകിയുടെ പേര് ബാരിസ് എന്നാണ്. അത് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോ. അതായത് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഈ കഥയും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല.
ഞാൻ പറഞ്ഞല്ലോ, ചില കഥകളോ ചില സിനിമാ പേരുകളോ അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കുസൃതി ചോദ്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എന്താ പറഞ്ഞ് കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പമ്പ. തിരുവിതാംകൂറിലെ ജീവനാഡി എന്ന് പറയുന്നതും പമ്പയാണ്. അപ്പൊ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്ന് പറയുന്നതും ഏതാണ്? പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. അപ്പോ പമ്പ നദി ദാനം ചെയ്യുന്ന സ്ഥലം, അങ്ങനെ വേണമെങ്കിലൊക്കെ വിശേഷിപ്പിച്ചോളൂ കേട്ടോ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം എവിടെയാണ്? വീയപുരം. എവിടെയാണ്? അച്ഛൻ കോവിലാർ പമ്പാ നദി. അച്ഛൻ കോവിലാർ എന്ന് പറയുന്ന ഒരു നദിയാണ് കേട്ടോ. ആ അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം ഏതാണ്? വീയപുരം. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? അച്ഛൻ കോവിലാർ. പന്തളം പട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിലെ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ പ്രതിഷ്ഠ, അതായത് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിലെ രാജകുമാരനായിരുന്നു അല്ലേ? അപ്പൊ അത് അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്ക്. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? ഈ അച്ഛൻ കോവിലാർ എന്ന് പറയുന്ന നദി. ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം, അതായത് മാരാമൺ കൺവെൻഷൻ, അത് നടക്കുന്നതും ഈ ഒരു എവിടെയാണ്? പമ്പാ നദിയുടെ തീരത്താണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം ഏതാണ്? മരാമൻ കമ്മീഷൻ. അത് നടക്കുന്ന നദീതീരവും ഏതാണ്? പമ്പയാണ്. ഇനി ചെറുകോൽ പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരവും പമ്പയാണ്. ചെറുകോൽ പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരവും പമ്പയാണ്. ഇനി പെരുന്തോനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ്? പമ്പാ നദിയാണ്. പെരുന്തോനരുവി വെള്ളച്ചാട്ടം. അപ്പൊ എന്തൊക്കെയാണ് പമ്പാ നദിയുടെ തീരത്തുള്ള രണ്ട് സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മരാമൻ കൺവെൻഷൻ നടക്കുന്നതും പിന്നെ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പാ തീരത്താണ്. അതുകൂടാതെ തന്നെ പെരുന്തോനരുവി വെള്ളച്ചാട്ടവും എവിടെയാണ്? പമ്പാ നദിയുടെ പെരുന്തോനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മലിനമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? പമ്പ ആക്ഷൻ പ്ലാൻ കേട്ടോ. അത് സിമ്പിൾ ആണ്, അതിന്റെ പേര് തന്നെ ഉണ്ടല്ലോ, പമ്പ ആക്ഷൻ പ്ലാൻ. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മലിനമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നതും ഈ പമ്പാ നദിയിലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കേട്ടുപരിചയമുള്ള ഡാമുകളല്ലേ, ശബരി ഡാം, കക്കാട് ഡാം ഒക്കെ. അതൊക്കെ ഈ പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വേദകാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരവും ഏതാണ്? ഈ പമ്പയാണ്. എങ്ങനെ? വേദകാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരവും പമ്പയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ പമ്പാ നദിയിലെ വള്ളംകളികൾ ഉണ്ട് കേട്ടോ. അതായത് പമ്പാ നദിയിൽ പല വള്ളംകളികളും നടക്കാറുണ്ട്. ഒന്ന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, പിന്നെ ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ഈ ഉത്രാടം തിരുനാൾ വള്ളംകളിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, നീരാറ്റുപുറം വള്ളംകളി എന്ന് പറയുന്നത്. പമ്പാ നദിയിൽ നടക്കുന്ന വള്ളംകളികളാണ് ഇതെല്ലാം. ഏകദേശം 4 വള്ളംകളികൾ നടക്കുന്നുണ്ട്. ആറന്മുളം ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ഉത്രാടം തിരുനാൾ വള്ളംകളിക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? നീരാറ്റുപുറം വള്ളംകളി. ഇനി പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? റാന്നി, കോഴാഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ. ഈ 4 സ്ഥലങ്ങളാണ് പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ കേട്ടോ. പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് റാന്നി, കോഴാഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് പമ്പ നദിയെ കുറിച്ചുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്താ പമ്പ ആകെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു 176 ഓർത്തു വെക്കാൻ 7ഉം 6ഉം അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകളാണ് അല്ലേ? അപ്പൊ ആകെ നീളം 176 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനം എവിടെയാണ്? പുളിച്ചിമല. പുളിച്ചിമല എവിടെ? പീരുമേട് പീഠഭൂമി. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി, ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. ഞാൻ ബാരിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞു തന്നല്ലോ. അക്കിലീസിന്റെ കാമുകിയായിരുന്നു, അത് ട്രോജൻ വാറിലെ
പ്രധാന യോദ്ധാവായിരുന്ന അക്കിലീസിന്റെ കാമുകിയുടെ പേരെന്തായിരുന്നു? ബാരിസ് എന്നായിരുന്നു. അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക, ചിലപ്പോൾ ഓർത്തു വെക്കാൻ കഴിയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്തു വെക്കാൻ സാധിച്ചു എന്ന് വരും പല കോഡ് ഇടുന്ന സമയത്ത്. പക്ഷെ ബാരിസും പമ്പാ നദിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് ഞാൻ ഇപ്പോഴും പറയുകയാണേ. ഞാനത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഈ ട്രോജൻ വാർ ഒക്കെ എന്താണ് പഠിച്ചവരുണ്ടെങ്കിൽ വളരെ സുഖമായിരിക്കും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പം പ്രാചീന കാലത്ത് പാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി തിരുവിതാംകൂറിലെ ജീവനാഡി, മരാമൻ കൺവെൻഷൻ നടക്കുന്ന നദീതീരം, ചെറുകോൽ പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം, പിന്നെ ഏതായിരുന്നു? പെരുന്തോനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി, ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. ഇതൊക്കെ ഏതാണ്? പിന്നെ മാത്രമല്ല, വേദ കാലഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരവും ഏതാണ്? പമ്പ നദീതീരമാണ്, അതായത് പമ്പയാണ്. ഈ ഏകദേശം 10 ഫാക്ട്സുകളാണ് പമ്പയെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിനെല്ലാം ഒറ്റ ഉത്തരം ഏതാണ്? പമ്പയാണ്. ഇനി പമ്പയുടെ പതന സ്ഥലം എവിടെയാണ്? നമ്മൾ പറഞ്ഞു വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ എവിടെയാണ്? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. അച്ഛൻ കോവിലാർ മറ്റൊരു നദിയാണ്. അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം എവിടെയാണ്? വീയപുരത്ത് വെച്ചിട്ട് അച്ഛൻ കോവിലാറും പമ്പാ നദിയും ഒന്നിച്ചു ചേരും. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി, അതെ, പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? അച്ഛൻ കോവിലാർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മരാമൻ കൺവെൻഷൻ നടക്കുന്നതും എവിടെ വെച്ചാണ്? പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മലിനമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റാന്നി, കോഴാഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂര്, ഇതൊക്കെ. ഇനി പമ്പാ നദിയിലെ വള്ളംകളികൾ ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ഉത്രാടം തിരുനാൾ വള്ളംകളിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? നീരാറ്റുപുറം വള്ളംകളി. ഇനി പമ്പാ നദിയെ പറ്റിയിട്ട് പറയുന്നത് എന്താണ്? പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അതായത് ഏതൊക്കെയാ? റാന്നി, കോഴാഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂര്, അത് പറഞ്ഞല്ലോ അല്ലെ. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പമ്പാ നദിയെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അടുത്തത് നമ്മൾ ചാലിയാർ പുഴയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ചാലിയാർ എന്താ? നമ്മൾ എല്ലാവരും കേട്ടുപരിചയമുള്ള പുഴ തന്നെയാണ് ചാലിയാർ. എനിക്ക് തോന്നുന്നു കൂടി പമ്പേനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രശസ്തി ഉള്ളത് ചാലിയാറിനാണ് പല തോതിലും. അപ്പൊ ചാലിയാറിന്റെ ആകെ നീളം എന്ന് പറഞ്ഞാൽ 169 കിലോമീറ്റർ ആണ്. 169 കിലോമീറ്റർ ആണ് എന്ത്? ചാലിയാറിന്റെ നീളം എന്ന് പറയുന്നത്. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നിട്ടാണ്. എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നിട്ടാണ് ചാലിയാർ പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് എന്ത്? ചാലിയാർ. മൂന്നാമത്തത് പമ്പയാണെങ്കിൽ 4ാം സ്ഥാനം കൊണ്ടുപോയത് ആരാണ്? ചാലിയാർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നതും ചാലിയാർ പുഴയാണ് കേട്ടോ. അതേപോലെ തന്നെ ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടിയാണ് എന്ത്? ചാലിയാർ ഒഴുകുന്നത്. ഈ ചാലിയാർ പുഴയിലൂടെയാണ് വയനാട് അപകടം സംഭവിച്ചപ്പോൾ മലപ്പുറം, അതായത് മലപ്പുറം ജില്ലയിലേക്ക് കുറെ ശവശരീരങ്ങൾ ഒഴുകി വരികയുണ്ടായിരുന്നു പറഞ്ഞില്ല, അത് ചാലിയാറിലൂടെയാണ് കേട്ടോ. ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പതിക്കുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. അറബിക്കടലിൽ പോയിട്ടാണ് ചാലിയാർ പതിക്കുന്നത്. പമ്പ പതിക്കുന്നത് എവിടെയായിരുന്നു? വേമ്പനാട്ട് കായലിലായിരുന്നു. ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, ബേപ്പൂര്, ഫറൂഖ്. 5 പട്ടണങ്ങളാണ് ചാലിയാറിന്റെ തീരത്തുള്ളത്. ഏതൊക്കെ? നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, ബേപ്പൂര്, ഫറൂഖ്. വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് എന്ത്? ചാലിയാർ ലഹള എന്ന് പറയുന്നത്. വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ തന്നെ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? കെ.എ. റഹ്മാൻ. കെ.എ. റഹ്മാൻ എന്ന് പറയുന്ന ആളായിരുന്നു
ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ചാന്നാർ ലഹളയാന്ന് പറയുന്നുണ്ടല്ലോ. അതിന് അവരങ്ങനെ ചെയ്യാൻ കാരണം ഈ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഫാക്ടറി ഉണ്ട്. അതാണ് ഗൗളിയോർ റയോൺസ് മാവൂര്. ഈ പറയുന്ന മാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗൗളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറി ആയിരുന്നു ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഗൗളിയോർ റയോൺസ് എന്ന് പറഞ്ഞിട്ട്. എന്താ തുണി വ്യവസായമായിരുന്നു, വസ്ത്രത്തിന്റെ വ്യവസായമായിരുന്നു. അപ്പൊ ഇവർ ഈ വസ്ത്രത്തിൽ യൂസ് ചെയ്യുന്ന ഈ കെമിക്കലുകൾ കലർന്ന കളറൊക്കെ ഇല്ലേ, നമുക്ക് എല്ലാ വസ്ത്രത്തിനും ഒരു നിറമായിരിക്കില്ലല്ലോ, പല വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ കളർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കളറ് എന്താ ചെയ്യാൻ തുടങ്ങിയത്, ഈ ചാലിയാർ പുഴയിലേക്കാണ് പിന്നെ നിക്ഷേപിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്താ, പുഴ അങ്ങനെ മലിനമായി. പുഴ ഒന്നിനും പറ്റാതെ, കുടിക്കാനോ നനയ്ക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. അതാണ് സംഭവം കേട്ടോ. അപ്പൊ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗൗളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിന്റെ തീരത്താണ്. അതാണ് അപ്പൊ ചാലിയാറിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ട് എന്ന് പറയുന്നത് വേറെ ഒരു നദിയിലും ഇപ്പൊ പറയാൻ പോകുന്നതിൽ ഒന്നും കാണാത്ത ഒരു ഫാക്റ്റ് ആണത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിന്റെ തീരത്താണ് എന്നുള്ളത്. ഇപ്പോഴും ആ ഒരു പൊന്നരിക്കുക എന്ന് പറയുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾ ഇന്നും ചാലിയാറിന്റെ തീരത്തുണ്ട്. അതായത് രാവിലെയൊക്കെ ചാലിയാറിന്റെ തീരത്ത് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും, പൊന്നരിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സ്വർണം കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ഒരു മണിക്കൂറോളം രാവിലെ വെള്ളത്തിൽ കിടന്നാൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയിരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന. അത്രയും നേരം, അതായത് മണൽ വാരുമ്പോഴത്തേക്കും പൊന്ന് കിട്ടൂല, അത് കുറെ നേരം ഇങ്ങനെ അരിച്ച് ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ഇങ്ങനെ പൊന്ന് വേർതിരിച്ചെടുക്കണം. ചിലപ്പം ഓരോ അരിക്കലിലും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നും വരും. എന്നാലും പ്രതീക്ഷ കൈവിടാതെ ആ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇവർ ഇന്നും ചാലിയാറിന്റെ തീരത്തുണ്ട്. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളം കളി നടക്കുന്ന നദിയും ഏതാണ്? ചാലിയാറാണ്. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളം കളി നടക്കുന്ന ഇതും ചാലിയാർ തീരത്താണ്. ഇത്രയും ഫാക്ട്സ് ആണ് ചാലിയാറിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. ചാലിയാർ ആകെ നീളം എത്രയായിരുന്നു? 169. എന്നാൽ പമ്പയുടെ എത്രയായിരുന്നു? 176 കിലോമീറ്റർ കേട്ടോ. ഉത്ഭവസ്ഥാനം ഏതാണ്? ഇളമ്പലേരി കുന്നുകൾ. ഇളമ്പലേരി കുന്നിലാണ് ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ചാലിയാറിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ബേപ്പൂർ എന്നറിയപ്പെടുന്ന നദി. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളം കളി നടക്കുന്ന നദി. ഇതൊക്കെയാണ് ചാലിയാറിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട്, ബേപ്പൂരും ഫറൂഖും കൂടെ ഉണ്ട് കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. ബേപ്പൂരും ഫറൂഖും കൂടെ ഉണ്ട്, മനസ്സിലാക്കുക. സോറി. ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ, സോറിയടാ, ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണല്ലേ, ഞാൻ പട്ടണങ്ങളാണ് ഉദ്ദേശിച്ചത്, ക്ഷമിക്കണം, ഞാൻ ശ്രദ്ധിച്ചില്ല. ചാലിയാർ ഒഴുകുന്ന ജില്ലകളാകെ 3 ഉള്ളൂ. ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. 3 ജില്ലകളിൽ കൂടെ മാത്രമേ ചാലിയാർ ഒഴുകുന്നുള്ളൂ. ചാലിയാർ പതിക്കുന്ന കടലാണ് ഏത്? അറബിക്കടൽ. അറബിക്കടലിലാണ് ചാലിയാർ പതിക്കുന്നത്. പക്ഷെ പമ്പ പതിക്കുന്നത് എവിടെയായിരുന്നു? വേമ്പനാട്ട് കായലിലാണ് പമ്പ പതിക്കുന്നത്. ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങൾ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങൾ നിലമ്പൂര്, എടവണ്ണ, അരീക്കോട്, ബേപ്പൂര്, ഫറൂഖ്. ഇത് 6 സോറി 5 ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങൾ എന്ന് പറയുന്നത്. ഏത്? നിലമ്പൂര്, എടവണ്ണ, അരീക്കോട്, ബേപ്പൂര്, ഫറൂഖ്. വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള, ശ്രദ്ധിക്കണം കേട്ടോ, വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് എന്ത്? ചാലിയാർ ലഹള എന്ന് പറയുന്നത്. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? KA റഹ്മാൻ. KA റഹ്മാൻ ആയിരുന്നു ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി.
ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗൗളിയാർ റയോൺസ് എന്ന് പറഞ്ഞ മാവൂരിലെ ഫാക്ടറി. അതായത് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഒരു ഫാക്ടറി ആയിരുന്നു അത്, ഗൗളിയാർ റയോൺസ് മാവൂര്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിന്റെ തീരത്താണ്. അപ്പൊ ഇതൊക്കെയാണ് ചാലിയാർ നദിയെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ചാലക്കുടി പുഴ. ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു സിനിമാ നടനുണ്ട്. ആരാണ്? നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ അല്ലെ. ചാലക്കുടിക്കാരനാണ് മരിച്ചുപോയ നമ്മുടെ മണിച്ചേട്ടൻ. അപ്പൊ അവിടെ ചാലക്കുടി പുഴയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചാലക്കുടി പുഴയുടെ ആകെ നീളം എത്രയെന്നറിയോ? അതും ഈ പമ്പാ നദിയുടെ ഒരു കണക്ഷൻ വെച്ച് നമ്മൾ പമ്പാ നദിയെ പറ്റി പഠിച്ചപ്പോൾ 7ഉം 6ഉം അടുത്തടുത്ത സംഖ്യകളാന്ന് പറഞ്ഞ പോലെ തന്നെ ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത് 145.5 കിലോമീറ്റർ ആണ്. 145.5, അതായത് 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ ആകെ നീളം. അല്ലെങ്കിൽ 145 എന്ന് പറയുമ്പോൾ 4ഉം 5ഉം അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകളാണ്, പിന്നെ ഒരു അരയല്ലേ 145.5 കിലോമീറ്റർ. അപ്പം അതും ഒരു സീക്വൻസ് എന്ന രീതിയിൽ പഠിക്കാലോ. ഒന്ന് പിന്നെ ഓൾറെഡി അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. 4ഉം 5ഉം അടുത്തടുത്ത സംഖ്യകളാണ്, പിന്നെ ഒരു അരയാണ്. അപ്പം 145.5 കിലോമീറ്റർ ആണ് എന്ത് ചാലക്കുടി പുഴയുടെ ആകെ നീളം എന്ന് പറയുന്നത്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നിട്ടാണ് കേട്ടോ. ആനമലയിൽ നിന്നിട്ടാണ് ചാലക്കുടി പുഴ, ഒരു മലനിരയാണ്, അവിടെ നിന്നിട്ടാണ് ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ആര്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി. അപ്പൊ 3ാം സ്ഥാനം പമ്പ, 4ാം സ്ഥാനം ചാലിയാർ, 5ാം സ്ഥാനം ചാലക്കുടി പുഴയ്ക്കുമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി. പിന്നെ ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ്? ചാലക്കുടി പുഴയാണ്. ആതിരപ്പള്ളിയും വാഴച്ചാൽ വെള്ളച്ചാട്ടം ഒക്കെ സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. പിന്നെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയും ചാലക്കുടി പുഴയാണ്. അപ്പൊ ചാലക്കുടി പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്നത്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും എവിടെയാണ്? ചാലക്കുടി. അപ്പൊ 2 ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിലുണ്ട്. ഏതൊക്കെയാണ്? പെരിങ്ങൽകുത്തും ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയും ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലക്കുടി പുഴയിലാണ്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. തുമ്പൂർ മൊഴി അപ്പൊ ഏത് പുഴയിലാണ്? ചാലക്കുടി പുഴയിലാണ്. തുമ്പൂർ മൊഴി എന്ന് പറയുന്ന ഡാം ചാലക്കുടി പുഴയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര, എറണാകുളത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഈ ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ് അവർ തമ്മിൽ കൂടിച്ചേരുന്നത്? പുത്തൻവേലിക്കര, എറണാകുളം. അവിടെ വെച്ചിട്ട്, അത് പുത്തൻവേലിക്കരയിൽ, അതായത് എറണാകുളത്തെ പുത്തൻവേലിക്കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയും കൂടിയാണ് ഏത്? ചാലക്കുടി പുഴ. അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉള്ള നദി ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ചാലക്കുടി പുഴയിലെ വൈത്തലയിലാണ് കേട്ടോ. കേരളത്തിലെ ഏക അതായത് കേരളത്തിൽ ആ കൂടി ഒരു ഓക്സ്ബോ തടാകം ഉള്ളൂ. ആ ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലക്കുടി പുഴയിലെ വൈത്തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ചാലക്കുടി പുഴയെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ചാലക്കുടി പുഴ പറഞ്ഞു ആകെ നീളം 145.5 കിലോമീറ്റർ ആണ്. ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി. ഇതൊക്കെ ഏതാണ്? ചാലക്കുടി പുഴയാണ്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ്? തുമ്പൂർ മൊഴി. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? പുത്തൻവേലിക്കര, എറണാകുളം. കേരളത്തിൽ ഏക ഓക്സ്ബോ തടാകം എവിടെയാണ്? ചാലക്കുടി പുഴയിലെ വൈത്തലയിലാണ്.
ഇത്രയുമാണ് ചാലക്കുടി പുഴയെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നെയ്യാറിനെ പറ്റി പഠിക്കാം. നെയ്യാർ നദിയെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. നെയ്യാറ് 56 കിലോമീറ്ററേ ഉള്ളൂ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അഗസ്ത്യമല, പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? നെയ്യാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ്. നെയ്യാർ പതിക്കുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. അറബിക്കടലിലാണ് നെയ്യാർ പതിക്കുന്നത്. നെയ്യാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കല്ലാർ, കരവലിയാർ, അരുവിപ്പുറം. നെയ്യാറിന്റെ പ്രധാന പോഷക നദികളാണ് കല്ലാർ, കരവലയാർ. ഏതൊക്കെയാണ്? രണ്ട് കാക്കയാണ് കേട്ടോ. കാക്ക എന്ന് രണ്ടിന്റെ ഇത് തുടങ്ങുന്നത് കായിൽ വെച്ചിട്ടാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച കാക്ക എന്ന്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോട്ടോ. നെയ്യാറിന്റെ പ്രധാന പോഷക നദികൾ രണ്ടും കാക്കയിലാണ്. രണ്ട് കായ അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നത്. കല്ലാറിലും കരവലയാറിലും. നെയ്യാറിന്റെ പ്രധാന പോഷക നദിയാണ് കല്ലാർ, കരവലയാർ. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നെയ്യാറിന്റെ തീരത്താണ് കേട്ടോ. ഇപ്പൊ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ അല്ലേ? എന്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന, അതായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അപ്പൊ ഇത്രയാണ് നെയ്യാറിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നെയ്യാറിന്റെ നീളം എത്രയായിരുന്നു? 56 കിലോമീറ്റർ ആണ് നെയ്യാറിന്റെ നീളം എന്ന് പറയുന്നത്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം ഏതാണ്? അഗസ്ത്യമല, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയാണ് നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാർ. അപ്പൊ തെക്കേ അറ്റത്ത് നെയ്യാറാണ് എന്ന് മനസ്സിലാക്കുക. തെക്കേ അറ്റം നെയ്യാർ. നെയ്യാർ പതിക്കുന്ന കടൽ അറബിക്കടൽ. നെയ്യാറിന്റെ പ്രധാന പോഷക നദിയാണ് കല്ലാറ്, കരവലയാർ. കല്ലാറും കരവലിയാറുമാണ് എന്ത്? നെയ്യാറിന്റെ പ്രധാന പോഷക നദി. കല്ലാർ, കരവലിയാർ. മറക്കല്ല കേട്ടോ. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നതും നെയ്യാറിന്റെ തീരത്താണ്. അടുത്ത നമുക്ക് മഞ്ചേശ്വരം പുഴയാണ് പഠിക്കാനുള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് ആര്? നമ്മുടെ മഞ്ചേശ്വരം പുഴ. അത് മഞ്ചേശ്വരം പുഴയ്ക്ക് വലിയ നീളമില്ല. മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറഞ്ഞാൽ വെറും 16 കിലോമീറ്ററേ ഉള്ളൂ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലേപുണ്ണി കുന്നുകളാണ്. കാസർഗോഡിലെ ബാലേപുണ്ണി കുന്നുകളിൽ നിന്നാണ് എന്ത്? മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. ബാലേപുണ്ണി കുന്നുകൾ, അവിടെ വെച്ചിട്ടാണ് എന്ത്? മഞ്ചേശ്വരം പുഴ ഉത്ഭവിച്ചു വരുന്നത്. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഉപ്പള കായലിലാണ് കേട്ടോ. ഉപ്പള കായലിലാണ് ഇത് പോയിട്ട് പതിക്കുന്നത്. മാറിപ്പോരുത്. മഞ്ചേശ്വരം ഉപ്പളയിലും പമ്പ വേമ്പനാട്ടുകയിലുമാണ് കേട്ടോ. അപ്പൊ മഞ്ചേശ്വരം പതിക്കുന്ന കായലാണ് ഉപ്പള കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി കണ്ടോ? കേരളത്തിലെ തെക്കേ അറ്റമാണെങ്കിൽ നെയ്യാറ്, വടക്കേ അറ്റമാണെങ്കിൽ മഞ്ചേശ്വരം പുഴ. രണ്ടും ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരവും നെയ്യാറും ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോ എന്താ നിങ്ങൾ ചെയ്യുക? അത് ഓർത്തു വെക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടോ നെയ്യാർ പതിക്കുന്ന, നെയ്യാറല്ല, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നോക്കുക. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. ഈ ചിഹ്നം ശ്രദ്ധിക്കുക. തെക്കേ അറ്റത്തിലെ ചുറ്റിക്കെട്ട് കണ്ടില്ലേ? എന്താണ് ഈ രാ തിരിച്ചിട്ട ചുറ്റിക്കെട്ടാണ് വരുന്നത്. കണ്ടല്ലോ? നെയ്യാറിനും രാ തിരിച്ചിട്ട ചുറ്റിക്കെട്ടാണ് വരിക. അപ്പൊ തെക്കേ അറ്റം തെനെ തെനെ തെനെ. അത് തെനെ എന്താ? കേരളത്തിലെ ഏറ്റവും തെനെ, അങ്ങനെ വേണമെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഏറ്റവും തെനെ എന്ന് പറയുന്ന തെക്കേ അറ്റത്തെ നദി നെയ്യാർ. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാ തിരിച്ചിട്ട ചുറ്റിക്കെട്ടാണ് രണ്ടിടത്തും തുടക്കത്തിൽ വരുന്നത്. അപ്പൊ എന്താ? തെക്കേ അറ്റത്തെ നദി നെയ്യാറാന്ന് മനസ്സിലാക്കുക. ഒരെണ്ണം പഠിച്ച ഓട്ടോമാറ്റിക്കലി മറ്റേ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പൊ പിന്നെ മഞ്ചേശ്വരം എന്ന് പറയുന്നത് വടക്കേ അറ്റത്തെ നദിയാണ്. അപ്പൊ എന്താ അപ്പൊ അത് നമ്മൾ നെയ്യാറ് പഠിച്ചാൽ പിന്നെ മഞ്ചേശ്വരം ഓട്ടോമാറ്റിക്കലി വടക്കേ അറ്റമാണെന്ന് നമ്മൾ പഠിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു കോഡ് ഇട്ട് കഴിഞ്ഞാല് മറ്റേത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്?
മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങളെ അതിനെ പറ്റിയിട്ടുള്ളൂ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയുമാണ് ഇത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയായിരുന്നു? 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? കാസർഗോഡിലെ ബാലെ പുണ്ണിക്കുന്നുകളിൽ നിന്നാണ്. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായലോ? ഉപ്പളക്കായൽ. അടുത്തത് മയ്യഴിപ്പുഴയാണ് കേട്ടോ. മയ്യഴിപ്പുഴയുടെ തീരത്ത് അങ്ങനെ എന്തോ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ. എന്താണ് മയ്യഴിപ്പുഴ? മയ്യഴിപ്പുഴയ്ക്ക് പറയുന്ന മറ്റൊരു പേരുണ്ട്, മാഹിപ്പുഴ എന്ന് മയ്യഴിപ്പുഴ അറിയപ്പെടുന്നു കേട്ടോ. മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരാണ് മാഹിപ്പുഴ. മാഹി പള്ളി എന്നൊക്കെ പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള പള്ളി കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങളൊക്കെ? അപ്പൊ അതൊക്കെ എന്താ ഈ മയ്യഴിപ്പുഴയുടെ അടുത്തായിട്ടാണ് കേട്ടോ. എന്താണ് മയ്യഴിപ്പുഴ എനിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മാഹിപ്പുഴ. ആകെ നീളം 54 കിലോമീറ്റർ. 54 കിലോമീറ്റർ ആണ് മയ്യഴിപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, നെയ്യാർ 56ഉം മയ്യഴിപ്പുഴ 54ഉമാണ്. വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചവർ രണ്ടുപേരും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം. നെയ്യാർ 56ഉം ആ 56ന് 2 എന്താണ് കിലോമീറ്റർ കുറവാണ് ആർക്ക്? മയ്യഴിപ്പുഴയ്ക്ക്. മയ്യഴിപ്പുഴ എന്ന് പറയുമ്പോൾ 54 കിലോമീറ്റർ വരുന്നുള്ളൂ. ആകെ നീളം 54 കിലോമീറ്റർ. ഉത്ഭവം എവിടുന്നാന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നിട്ടാണ് മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ ഉത്ഭവിക്കുന്നത്. മയ്യഴിപ്പുഴ പതിക്കുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. അറബിക്കടലിൽ പതിക്കുന്ന മറ്റൊരു നദി നമ്മൾ പറഞ്ഞു, ഏതാ? ചാലിയാറ്. അപ്പൊ ഈ മയ്യഴിപ്പുഴയും പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് കേട്ടോ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയും മയ്യഴിപ്പുഴയാണ്. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? എം മുകുന്ദൻ. എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന മയ്യഴിയുടെ കഥാകാരൻ എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത് എം മുകുന്ദൻ എന്ന് പറയുന്ന കഥാകൃത്തനാണ് കേട്ടോ. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? എം മുകുന്ദൻ. അപ്പൊ നമുക്ക് മയ്യഴിപ്പുഴ നോക്കാം. മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ ആകെ നീളം എത്രയാണ്? 54 കിലോമീറ്റർ. ഉത്ഭവം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകൾ. മയ്യഴിപ്പുഴ പതിക്കുന്ന കടലോ? അറബിക്കടൽ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? മയ്യഴിപ്പുഴയാണ്. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? എം മുകുന്ദൻ. ഇനി നമുക്ക് കൊടങ്ങരപ്പള്ളം പുഴയെ പറ്റിയിട്ട് പഠിക്കാട്ടോ. കൊടങ്ങരപ്പള്ളം പേര് കേൾക്കുമ്പോൾ ഒരുപാടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട, കുറച്ച് ഫാക്ട്സേ ഉള്ളൂ കൊടങ്ങരപ്പള്ളം പുഴയെ പറ്റിയിട്ട്. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏത്? അട്ടപ്പാടി. എവിടെയാണ് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം? അട്ടപ്പാടി. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടങ്ങരപ്പള്ളമാണ് കേട്ടോ. 1/4 നൂറ്റാണ്ട് മുമ്പ് ഈ കൊടങ്ങരപ്പള്ളം പുഴ വറ്റി വരണ്ടു പോയിരുന്നു. പിന്നീട് അത് ഒഴുക്ക് വീണ്ടെടുത്ത് വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സംഭവം തന്നെയാണ് അല്ലെ. ആ നദിയാണ് ഈ കൊടങ്ങരപ്പള്ളം പുഴ. കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നറിയോ? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിലാണ്. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിലാണ് കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനി പുഴയിലേക്കാണ് കേട്ടോ. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനി പുഴയിലേക്കാണ്. അപ്പൊ എന്താണ് കൊടങ്ങരപ്പള്ളം പുഴ? കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടങ്ങരപ്പള്ളം. കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടി. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴയോ? ഭവാനി പുഴ. അടുത്ത നമുക്ക് ചന്ദ്രഗിരി പുഴയാണ് പഠിക്കാനുള്ളത് കേട്ടോ. ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ യു ആകൃതിയിലെ, ഇംഗ്ലീഷ് അക്ഷരമാല യു ആകൃതിയില് ചുറ്റി ഒഴുകുന്ന നദിയാണ് എന്ത്? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ യു ആകൃതിയില് ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ, ശ്രദ്ധിക്കണം, പുരാണം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ള ഒരു സംഭവമാണ്.
മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ഇത് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. ഏത് രാജാവിന്റെ പേരിലാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. കോലോത്തുനാടിനും അതായത് കോലോത്തുനാട് എന്ന് പറയുമ്പോൾ ഇത് മലയാളക്കരയ്ക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കോലോത്തുനാടിനും തുളുനാട് എന്ന് പറയുമ്പോൾ കർണാടക കേട്ടോ, തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയായിരുന്നു ഇത് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. എവിടെ? കോലോത്തുനാടിനും തുളുനാടിനും ഇടയിലെ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയായിരുന്നു ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിൽ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ്. കോലോത്തുനാടിനും അതായത് മലയാളക്കരയ്ക്കും തുളുനാട് എന്നാണ് കർണാടക ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. കോലോത്തുനാടിനും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴ ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. അടുത്തത് കല്ലടയാർ എന്ന് പറയുന്ന നദിയാണ് കേട്ടോ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാർ നദിയിലാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കല്ലട നദിയിലാണ്. അതായത് കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിന്റെ പോഷക നദികൾ, അതായത് 4 പോഷക നദികൾ കല്ലടയാറിനുണ്ട്. ഒന്ന് കുളത്തുപുഴ, ചെന്തുരുണി, കൽക്കുരുത്തി. കുളത്തുപുഴ, ചെന്തുരുണി, കൽത്തുരുത്തി ഇത് 3ഉമാണ് കല്ലടയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കല്ലടയാറിന്റെ പോഷക നദികൾ? കുളത്തുപുഴ, ചെന്തുരുണി, കൽത്തുരുത്തി. കല്ലടയാറിന്റെ പതനസ്ഥാനം എവിടെയാണെന്നറിയോ? അഷ്ടമുടിക്കായലിലാണ് കേട്ടോ. അഷ്ടമുടിക്കായലിലാണ് കല്ലടയാറിന്റെ പതന സ്ഥലം. പമ്പാ നദി വേമ്പനാട്ട് കായലിലാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വര നദി എന്നുള്ളത് പഠിച്ചു. പിന്നെയുള്ള അഷ്ടമുടിക്കായലിലാണ് കല്ലടയാർ നദിയുടെ പതന സ്ഥലം എന്നുള്ളത് ഇപ്പൊ പഠിച്ചു. അപ്പോ അത് ശ്രദ്ധിക്കുക. കായലിൽ പതിക്കുന്നത് ഏതൊക്കെ നദികളാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇപ്പൊ ആരെ പറ്റിയിട്ടാണ്? കല്ലടയാറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത്? കല്ലടയാർ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കല്ലട നദിയിലാണ്. കൊല്ലത്ത് കല്ലട നദിയിലാണ്. ഇനി കല്ലടയാറിന്റെ പോഷക നദികളോ ഏതൊക്കെയാ? കുളത്തുപുഴ, ചെന്തുരുണി, കൽത്തുരുത്തി. കല്ലടയാറിന്റെ പതനസ്ഥാനം എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. അടുത്ത നമുക്ക് അഞ്ചരക്കണ്ടി പുഴയെ പറ്റിയിട്ട് പഠിക്കാം. ഉത്ഭവസ്ഥാനം കണ്ണോത്ത് വനം, തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിലാണ് അഞ്ചരക്കണ്ടി പുഴ ഉത്ഭവിക്കുന്നത്. അഞ്ചരക്കണ്ടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടമ്പത്തോടും കപ്പുത്തോടും അഞ്ചരക്കണ്ടി പുഴയുടെ പ്രധാന പോഷക നദികളാണ്. അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ കൂടിയാണ് അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത്. പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴയും ഏതാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴയും അഞ്ചരക്കണ്ടിയാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും അഞ്ചരക്കണ്ടി പുഴയിലാണ്. അപ്പൊ അഞ്ചരക്കണ്ടി പുഴ എന്ന് വെച്ചാൽ അഞ്ചരക്കണ്ടി പുഴയുടെ ഫാക്ട്സ് എന്തൊക്കെയാണ്? ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് കണ്ണോത്ത് വനം, തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിലാണ് അഞ്ചരക്കണ്ടി പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അഞ്ചരക്കണ്ടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടമ്പത്തോടും കപ്പുത്തോടും. അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്ന ജില്ല ഏതാ? കണ്ണൂര്. പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴയും ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. ഇത്രയുമാണ് അഞ്ചരക്കണ്ടി പുഴയെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് ക്ഷേത്രങ്ങൾ, നദീതീരങ്ങൾ. അതായത് നദീതീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതിൽ എന്താണ്? ക്ഷേത്രങ്ങള്, നദീതീരങ്ങള്. നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ്
പറശ്ശിനിക്കടവ് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം നദിയിലാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിക്കടവ്, വളപട്ടണം നദി. വല്ലച്ചുഴി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അച്ഛൻ കോവിലാറിലാണ്. വല്ലഞ്ചുഴി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അച്ഛൻ കോവിലാറിലാണ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രം എവിടെയാ? കരമന നദി. തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദിയിലാണ്. അത് കരമന നദിയുടെ തീരത്താണ് കേട്ടോ. നദിയുടെ അവിടെയല്ല, നദിയുടെ തീരത്താണ്. ഇനി ശബരിമലയോ? പമ്പ. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. ആറ്റുങ്കൽ ക്ഷേത്രമോ? കിളിയാർ. ആറ്റുങ്കൽ ക്ഷേത്രം എവിടെയാ? കിളിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എവിടെയാ? ഭാരതപ്പുഴ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലി ശിവക്ഷേത്രമോ? പാപനാശിനി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പറശ്ശിനിക്കടവ് ക്ഷേത്രം വളപട്ടണം നദി, വല്ലഞ്ചുഴി ദേവീക്ഷേത്രം അച്ഛൻ കോവിലാർ, തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദി, ശബരിമല പമ്പ, ആറ്റുങ്കൽ ക്ഷേത്രം കിളിയാർ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴ, തിരുനെല്ലി ശിവക്ഷേത്രം പാപനാശിനി പുഴ. ഒരു തവണയും കൂടെ പറയണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും 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 ആവർത്തിക്കുന്നത്. പറശ്ശിനിക്കടവ് ക്ഷേത്രം, വളപട്ടണം നദി, വലംചുഴി ദേവീ ക്ഷേത്രം അച്ഛൻ കോവിലാർ, തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദി, ശബരിമല പമ്പ, ആറ്റുങ്കൽ ക്ഷേത്രം കിളിയാർ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴ, തിരുനെല്ലി ശിവക്ഷേത്രം പാപനാശിനി പുഴ. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ് എന്നുള്ളത്? ആർക്കെങ്കിലും അറിയോ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി? അത് കുന്തിപ്പുഴയാണ് കേട്ടോ. കുന്തിപ്പുഴയാണ് കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി എന്ന് പറയുന്നത്. ഈ കുന്തിപ്പുഴ ഓർത്തു വെക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരുടെ അമ്മ ആരായിരുന്നു? കുന്തിയായിരുന്നു. കുന്തി ദേവി നമ്മളിപ്പോ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പല ചൊല്ലുകളായിട്ടും പിന്നെ അതേപോലെ തന്നെ ടങ് ട്വിസ്റ്റർ ഒക്കെ ആയിട്ടും കുന്തി ദേവിയുടെ പല ഇതും വരലുണ്ട്. തെറ്റിച്ച് പറയാതിരിക്കാൻ വേണ്ടി ടങ് ട്വിസ്റ്ററിലൊക്കെ എന്തൊക്കെയോ വാചകങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കലുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ കുന്തി ദേവി എന്ന് പറഞ്ഞാല് പഞ്ചപാണ്ഡവന്മാരുടെ ആരാണ്? അമ്മയാണ് കുന്തി ദേവി. അപ്പോ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ പഞ്ചപാണ്ഡവരാരാണ് നിങ്ങൾക്ക്? മഹാഭാരത യുദ്ധം നടന്നത് പഞ്ചപാണ്ഡവരും കൗരവന്മാരും തമ്മിലാണ്. അപ്പോ അതിലെ പഞ്ചപാണ്ഡവന്മാരുടെ 5 പേരുടെ അമ്മയാണ് കുന്തി. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്തൊന്ന് പഠിച്ചാൽ മതി. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. അപ്പൊ കുറഞ്ഞത് നമ്മൾ പഠിച്ചു, എന്നാൽ കൂടിയത് ഉണ്ടാവുമല്ലോ, അതേതാണ്? കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദികള് പെരിയാറും ചാലിയാറുമാണ് കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ എന്ന് പറഞ്ഞാല്. കുറവ് കുന്തിപ്പുഴയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 2 പുഴകളിലാണ്, ഒന്ന് പെരിയാറിലും ഒന്ന് ചാലിയാറിലും. രണ്ടിലും യാറുണ്ട്, പെരിയാർ ചാലിയാർ. ഇപ്പൊ 2 യാറുകളിലാണ്, അത് പെരിയാറിലും ചാലിയാറിലുമാണ് ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുറഞ്ഞത് കുന്തിപ്പുഴ, കൂടുതൽ പെരിയാറിലും ചാലിയാറിലുമാണ് മലിനീകരണം. ഇനിയുള്ളതെന്ന് പറഞ്ഞാല് പിന്നെയുള്ള കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാന്ന് ആർക്കെങ്കിലും അറിയോ? കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നറിയോ? മീനച്ചിലാർ ആണ് കേട്ടോ. മീനച്ചിലാർ ആണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണെന്നറിയോ? മീനച്ചിലാർ നദിയാണ് കേട്ടോ. അപ്പൊ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയും അരുന്ധതി റോയ് ആരാണ്? ഒരു കഥാകൃത്താണ് അല്ലെ. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയും മീനച്ചിലാർ നദിയാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ, അത് മൂന്നാറിൽ വെച്ച് ഒന്നിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള, ഈ 3 പുഴകളുമാണ് മൂന്നാറിൽ സംഗമിക്കുന്നത്.
അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്നറിയോ? രാമപുരം പുഴയാണ് കേട്ടോ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. അറബിക്കടലിൽ പഠിക്കുന്ന രണ്ട് നദികൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ചാലിയാറാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒന്ന് ഓർക്കുന്നുണ്ടോ ഏതാണെന്നുള്ളത്? ഒന്ന് ജസ്റ്റ് എ മൂമെന്റ്. നമ്മുടെ മയ്യഴിപ്പുഴയാണ് ചാലിയാറിൽ പതിക്കുന്നത്. സോറി, ചാലിയാറിലല്ല, അറബിക്കടലിൽ പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന അപ്പൊ 3 പുഴകളെ നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഒന്ന് ചാലിയാറ്, ഒന്ന് മയ്യഴി, ഒന്ന് രാമപുരം പുഴ. രാമപുരം പുഴയാണ് ഇതിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ പുഴ എന്ന് പറയുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ പുഴ രാമപുരം പുഴയാണ് കേട്ടോ. അപ്പൊ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. കല്ലഴി പുഴ ഒഴുകുന്ന ജില്ല കല്ലായി കല്ലഴി അല്ല കേട്ടോ, കല്ലായി പുഴ. കല്ലായി കടവത്തെ ആ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ. കല്ലായി പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോടാണ് കല്ലായി പുഴ ഒഴുകുന്നത്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പരവൂർ കായൽ പതിക്കുന്ന നദി ഏതാ? ഇത്തിക്കര പുഴയിലാണ് കേട്ടോ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കര പുഴ. അപ്പൊ പരവൂർ കായലിൽ പതിക്കുന്നത് ഇത്തിക്കര പുഴ. അപ്പൊ നമ്മള് കായൽ, ഞാൻ പറഞ്ഞല്ലോ, കായലിൽ പതിക്കുന്ന നദികൾ പലതും നമ്മൾ പറഞ്ഞു. അതിലിപ്പോ വീണ്ടും ഇതാ ഒരു കായലിനെ കിട്ടി. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കര പുഴ. കിളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രമാണ്. ആറ്റുകാൽ ക്ഷേത്രം എവിടെയാണ്? കിളിയാറിന്റെ തീരത്ത്. കിളിയാർ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഏത്? ആറ്റുകാൽ ക്ഷേത്രം. ഇനി കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിൽ ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ്? വളപട്ടണമാണ് കേട്ടോ. ഏത്? കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിൽ ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. ഉത്ഭവം കർണാടകയിലാണ്, പക്ഷെ കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി അതേതാണ്? കോരപ്പുഴയാണ് കേട്ടോ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്നറിയോ? തൂതപ്പുഴയാണ്. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? ഇരവഴിഞ്ഞിപ്പുഴയാണ് കേട്ടോ. ഇരുവഴിഞ്ഞിപ്പുഴ. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴ. മാത്രമല്ല മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയും ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴയാണ്. അപ്പൊ 2 ഫാക്ട്സ് ഉണ്ട് ഇരുവഴിഞ്ഞിപ്പുഴയെ പറ്റിയിട്ടുള്ള. നിങ്ങൾ ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ മൊയ്തീനും കാഞ്ചനയും ഉടലെടുത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിലും മൊയ്തീൻ കാഞ്ചനയ്ക്കുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ആലോചിച്ചാൽ മതി. ഇനി ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പേര് വരാൻ കാരണം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഈ പുഴ 2 വഴിയായിട്ട് തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയാൻ കാരണം കേട്ടോ. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയും കൂടാതെ മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയും ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴയാണ്. അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കരമന നദിയാണ് കേട്ടോ. അപ്പൊ അരുവിക്കര, പേപ്പാറ ഈ 2 അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്നത് കരമന നദിയിലാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴ ഏതാ? തൂതപ്പുഴ. അപ്പൊ തൂതപ്പുഴയ്ക്ക് 2 ഫാക്ട്സ് ഉണ്ട്. ഒന്ന് OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയും കൂടാതെ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴയും ഏതാണ്? തൂതപ്പുഴയാണ്. മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി കബനിയാണ് മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാ? പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ കേട്ടോ, ചന്ദനങ്ങളുടെ കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. പമ്പാറല്ല, ഇത് കണ്ടോ, പമ്പയല്ല കേട്ടോ, പാമ്പാറാണ്. ദീർഘമുണ്ട്, പാമ്പാർ. മുരട് പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നറിയോ? കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയ്ക്ക് അപ്പൊ 2 ഫാക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. അതുകൂടാതെ തന്നെ മുരട് പുഴ എന്നറിയപ്പെടുന്ന നദിയും ഏതാ? കുറ്റ്യാടിപ്പുഴയാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന പുഴ ചാലിയാറാണ്.
എന്താണ് ചാലിയാർ? എന്താ നമ്മുടെ കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി അല്ലേ? ഇനി ചിന്മേനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ? കുറുമാലിപ്പുഴയാണ് കേട്ടോ. കുറുമാലിപ്പുഴയാണ് ചിന്മേനി അല്ല, ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ഭവാലിപ്പുഴ. ഭവാനി അല്ല, ഭവാലി, ബായാണ്, ഭവാലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാലിപ്പുഴ. ആറന്മുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചീങ്കണ്ണിപ്പുഴ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ആറന്മുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. അപ്പൊ ഈ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ ഒന്നുകൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ പെരിയാർ, ചാലിയാർ. കേരളത്തിൽ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയും ഏതാണ്? മീനച്ചിലാർ നദിയാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. കല്ലായി പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ്? ഇത്തിക്കരപ്പുഴ. കിളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമോ? ആറ്റുങ്കൽ ക്ഷേത്രം. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിൽ ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ്? വളപട്ടണം പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? കോരപ്പുഴ. OB വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാ? തൂതപ്പുഴ. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നതോ? ഇരുവഴിഞ്ഞിപ്പുഴ. അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണ്? കരമന നദിയിലാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴ തൂതപ്പുഴ. അപ്പൊ തൂതപ്പുഴയുടെ മറ്റൊരു വിശേഷണം എന്തായിരുന്നു? OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതി പ്രതിപാദിച്ചിരിക്കുന്നത്. അത് പഠിക്കുന്ന സമയത്ത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചോട്ടോ, സെപ്പറേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട. പിന്നെ അതേപോലെ മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്നത് ഇരവഴിഞ്ഞിപ്പുഴ. വേറൊരു വിശേഷണം എന്തായിരുന്നു? SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയും ഇരവഴിഞ്ഞിപ്പുഴയാണ്. മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്നത് കബനി. കബനിയാണ് അപ്പം മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്നത്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്നത് ഏതാണ്? പാമ്പാർ. പാമ്പാർ നദിയാണ് മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി. മുരട് പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? കുറ്റ്യാടിപ്പുഴ. അതേപോലെ തന്നെ കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതും ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചാലിയാറ്. നമ്മുടെ കേരളത്തിന്റെ നീളം കൂടിയ 3ാമത്തെ നദി. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ചിന്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഉത്ഭവിക്കുന്ന നദിയോ? കുറുമാലി പുഴ. കുറുമാലിപ്പുഴയാണ് ചിന്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയോ? ഭവാലി നദി. ഭവാലി നദിയാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ഇനി ആറന്മുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയോ? ചീങ്കണ്ണിപ്പുഴ. ചീങ്കണ്ണിപ്പുഴയാണ് ആറന്മുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. എക്സ്ക്യൂസ് മീ. അടുത്ത നമുക്ക് ഓരോ നദിയും അതിന്റെ ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നദികളുടെ കേട്ടോ. ഒന്നാമതായിട്ട് പെരിയാർ. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെയാ? ശിവഗിരി മലയിൽ നിന്ന്. അതായത് സഹ്യപർവ്വത നിരകളിലെ ശിവഗിരി മലയിൽ നിന്നിട്ടാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പതനവും വേമ്പനാട്ട് കായലിലും. പെരിയാർ ഉത്ഭവം ശിവഗിരി മല, അതായത് സഹ്യപർവ്വത നിരകളിലെ ശിവഗിരി മലയിൽ നിന്ന്. പതനം വേമ്പനാട്ട് കായലില്. ഭാരതപ്പുഴയോ? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നിട്ടും പതനം അറബിക്കടലിലുമാണ്. ഭാരതപ്പുഴ ഉത്ഭവം ആനമലയിൽ നിന്നാണ്, പതിക്കുന്നതോ അറബിക്കടലില്. പമ്പ ഉത്ഭവം എവിടെയാണ്? പുളിച്ചിമല. പുളിച്ചിമലയിൽ നിന്നാണ് പമ്പയുടെ ഉത്ഭവം. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമല, പീരുമേട് പീഠഭൂമി. അപ്പൊ
പീരിമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നിട്ടാണ് പമ്പയുടെ ഉത്ഭവം. ഇതെവിടെയാണ്? ഇടുക്കിയിലാണ്. പതനോ വേമ്പനാട്ട് കായലില്. ചാലിയാർ അടുത്തത്. ഉത്ഭവം എവിടെയാ? ഇളമ്പലേരിക്കുന്ന്, വയനാട്. പതനം എവിടെയാണ്? അറബിക്കടലില്. വയനാട്ടിലെ ഇളമ്പലേരി കുന്നിലാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. പതിക്കുന്നതോ അറബിക്കടലില്. അടുത്ത ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ആനമലയിൽ നിന്ന്. പതിക്കുന്നതോ പെരിയാറില്. ഒന്നും കൂടി ഭാഗം നോക്കണം. എന്താ 5 മാത്രമല്ല, ഇനി ഉണ്ട് കേട്ടോ. അടുത്ത പേജിലാണ് ബാക്കിയുള്ളത്. പെരിയാർ ഉത്ഭവം എവിടെയാ? സഹ്യപർവ്വത നിരകളിലെ ശിവഗിരി മലയിൽ നിന്ന്. പതനം വേമ്പനാട്ട് കായലില്. ഭാരതപ്പുഴയോ ആനമലയില്. പതനം അറബിക്കടല്. പമ്പ എന്താണ്? പെരിമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്ന്. ഇടുക്കി. പതനം വേമ്പനാട്ട് കായലില്. ചാലിയാർ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന്, വയനാടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നിട്ട്. പതനം അറബിക്കടലിലും. ചാലക്കുടി പുഴ ഉത്ഭവം ആനമല, പതനം പെരിയാറില്. അടുത്തത് നെയ്യാറ്. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അഗസ്ത്യമല. നെയ്യാറ് ഉത്ഭവിക്കുന്നത് അഗസ്ത്യമല, പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറിന്റെ ഉത്ഭവം. പതനമോ അറബിക്കടല്. അറബിക്കടലാണ് പതിക്കുന്നത്. അപ്പോ നെയ്യാറ് ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നിട്ടും പതനം അറബിക്കടലിലും. മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലെ ബാലേപുണ്യക്കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതിക്കുന്നതോ ഉപ്പളക്കായലില്. മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലെ ബാലേപുണ്യക്കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് പതിക്കുന്നത് ഉപ്പളക്കായലിലും. അടുത്തത് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴ ഉത്ഭവം എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ്. പതനമോ അറബിക്കടലില്. മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്ന്. അവസാനിക്കുന്നത് പതനം അറബിക്കടലിലും. കബനി ഉത്ഭവം എവിടെയാണ്? വയനാട്ടിലെ തൊണ്ടാർമുടി. തൊണ്ടാർമുടിയിലാണ് കബനി ഉത്ഭവിക്കുന്നത്. പതനം കാവേരി. കർണാടകയിലെ കാവേരിയിലാണ് പതിക്കുന്നതും. കബനി എവിടുന്ന ഉത്ഭവം? തൊണ്ടാർമുടി. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും. പതനം കർണാടകയിലെ കാവേരിയിലും. അടുത്തത് ഭവാനി. ഭവാനി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നീലഗിരി. നീലഗിരിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതനം കാവേരി. തമിഴ്നാട്ടിലെ കാവേരിയിലാണ് പതിക്കുന്നത്. ഭവാനി ഉത്ഭവിക്കുന്നത് നീലഗിരിയും തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് പതിക്കുന്നത്. അടുത്തതോ പാമ്പാർ. പാമ്പാറിന്റെ ഉത്ഭവം എവിടെയാ? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെൻമൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. എവിടെയാണ് പാമ്പാറിന്റെ ഉത്ഭവം? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെൻമൂറിലാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. പാമ്പാറിന്റെ പതനം എവിടെയാണ്? കാവേരി, തമിഴ്നാട്. തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് എന്ത്? പാമ്പാറിന്റെ പതന സ്ഥലം എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് ആ പേജ് എന്താ പറയേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓരോന്നും, അതുകൊണ്ടാണ്. നെയ്യാർ എവിടെയാണ്? ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയില്. പതനം അറബിക്കടലില്. മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ബാലേപുണ്യക്കുന്നുകള്. പതനം എവിടെയാണ്? ഉപ്പളക്കായല്. മയ്യഴിപ്പുഴയോ പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകള്. പതനം അറബിക്കടൽ. കബനി വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിലാണ് ഉത്ഭവം. പതനം കർണാടകയിലെ കാവേരിയില്. ഭവാനി ഉത്ഭവം നീലഗിരിയിലാണ്. പതനം തമിഴ്നാട്ടിലെ കാവേരിയില്. പാമ്പാറോ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെൻമൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ഉത്ഭവിക്കുന്നത്? പാമ്പാറ്. പക്ഷെ പാമ്പാറിന്റെ പതനം എവിടെയാണ്? കാവേരി, തമിഴ്നാട്. കാവേരി നദിയിലെ തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് പാമ്പാറ് പതിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കേട്ടോ. കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന ഒരു 3 നദികളെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ നദിയാണ് കബനി. കബനി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കബനിയുടെ നീളം എന്ന് പറഞ്ഞാൽ 56.6 കിലോമീറ്റർ ആണ്. എത്രയാണ്? 56.6 കിലോമീറ്റർ ആണ് കബനിയുടെ നീളം എന്ന് പറയുന്നത്. പക്ഷെ ആകെ നീളം മൊത്തത്തിലുള്ള, അതായത് കേരളത്തിലെ നീളമാണ് കേട്ടോ 56.6 കിലോമീറ്റർ. പക്ഷെ കബനിയുടെ ആകെ നീളം 240 കിലോമീറ്ററോളമാണ് ആകെ നീളം വരുന്നത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത്? കബനി എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി.
ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് എന്നറിയൂ? ഏതാണ്? പനമരം, മാനന്തവാടി നദികൾ. ഇത് രണ്ടും കൂടി ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് കേട്ടോ. പനമരവും മാനന്തവാടി നദികളും കൂടി ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത്? കപില. 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 കപില എന്ന് പറയുന്ന പേരിലും കപില കേട്ടോ. കപില എന്ന് പറയുന്ന പേരിലും എന്താണ്? കപില എന്ന് പറയുന്ന പേരിലും എന്താണ് കബനി നദി അറിയപ്പെടുന്നു. അടുത്തത് കബനി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് വയനാട്ടിലെ തൊണ്ടാർമുടി. വയനാട്ടിലെ തൊണ്ടാർമുടിയിലാണ് എന്ത്? കബനി ഉത്ഭവിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ അല്ലെ? കബനി ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ തൊണ്ടാർമുടിയിലാണ്. കബനി നദിയുടെ പതന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കർണാടകയിലെ കാവേരി നദിയിലാണ്. കർണാടകയിലെ കാവേരി നദിയിലാണ് കബനി നദിയുടെ പതന സ്ഥലം എന്ന് പറയുന്നത്. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് തിരുമക്കുടൽ എന്നാണ് കേട്ടോ. തിരുമക്കുടൽ എന്നാണ് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത്. തിരുമക്കുടൽ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ് കേട്ടോ. അതൊരു അറിവ് തന്നെയാണ്. ബാണാസുര നമ്മൾ കുറെ കേൾക്കുന്നുണ്ടല്ലോ. ബാണാസുര ഇപ്പൊ മഴക്കാലമൊക്കെ ആകുമ്പോൾ ബാണാസുര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു എന്നൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ടല്ലോ. അപ്പൊ ഇതാണ് ബാണാസുര സാഗർ ഈ പറയുന്ന കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും എവിടാണ്? കബനിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയും ഏതാ? കബനിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകയിൽ കൂടിയാണ് ഒഴുകുന്നത്. ആര്? കബനി. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം, കർണാടക കേട്ടോ. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം, കർണാടക. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നാമത് കബനി. കേരളത്തിലെ നീളം 56.6 കിലോമീറ്ററോളമാണ്. പക്ഷെ ആകെ നീളം 240 കിലോമീറ്ററോളം വരുന്നു. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി, കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലൂടെ ഒഴുകുന്ന ഏക നദി. ഇതൊക്കെ ഏതാണ്? കബനിയാണ്. ഇനി ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്? പനമരം, മാനന്തവാടി നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? കപില. കപില എന്ന് പറയുന്ന പേരിലും എന്താണ് കബനി അറിയപ്പെടുന്നു. കബനി ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാ? തൊണ്ടാർമുടി, വയനാട്. വയനാട്ടിലെ തൊണ്ടാർമുടിയിലാണ് കബനി ഉത്ഭവിക്കുന്നത്. കബനി നദിയുടെ പതന സ്ഥലവും കർണാടകയിലെ കാവേരി. കർണാടകയിലെ കാവേരിയാണ് കബനി നദിയുടെ പതന സ്ഥലം. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം ഏതാ? തിരുമക്കുടൽ. തിരുമക്കുടലാണ് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം. ഇനി കബനി നദിയെ പറ്റിയിട്ടുള്ള ലാസ്റ്റ് ഫാക്ട് ആണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം, കർണാടക. നാഗർഹോൾ ദേശീയോദ്യാനം എവിടെയാണ്? കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനം കബനി നദിയുടെ തീരത്താണ്. അടുത്ത നമുക്ക് ഭവാനി പുഴയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. കേരളത്തിലെ നീളം എന്ന് പറഞ്ഞാൽ 37.5 കിലോമീറ്റർ ആണ് കേട്ടോ. 37.5 കിലോമീറ്റർ ആണ് ഭവാനി നദിയുടെ കേരളത്തിലെ നീളം എന്ന് പറഞ്ഞാൽ. ആകെ നീളം എത്രയാന്ന് ചോദിച്ചാൽ 217 കിലോമീറ്റർ ആണ് ആകെ നീളം വരുന്നത് ഭവാനി പുഴയുടെ. ഉത്ഭവം എവിടുന്ന? നീലഗിരിയിൽ നിന്നിട്ടാണ് ഭവാനി പുഴ ഉത്ഭവിക്കുന്നത്. പക്ഷെ പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരിയിലാണ്. ഉത്ഭവം നീലഗിരിയിൽ നിന്നും പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരിയിലുമാണ്. ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണിപ്പുഴ കേട്ടോ. ശിരുവാണിപ്പുഴയാണ് ഭവാനിയുടെ പ്രധാന പോഷക നദി എന്ന് പറയുന്നത്. ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട്. പാലക്കാടിലൂടെയാണ് ഭവാനി ഒഴുകുന്നത്. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരയാറ്. വരയാറ് ഭവാനി നദിയുടെ മറ്റൊരു പോഷക നദിയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണി. ഈ ശിരുവാണി ഭവാനി പുഴയുടെ പ്രധാന പോഷക നദിയാണ്. ഈ ശിരുവാണി ഒഴുകുന്നത് അട്ടപ്പാടിയിലൂടെയാണ് കേട്ടോ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. അപ്പൊ ഭവാനി പുഴയുടെ പോഷക നദിയായ ശിരുവാണി എന്ന് പറയുന്ന പുഴയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഒന്ന്, അത് ഭവാനി പുഴയുടെ പോഷക നദിയാണ്. അതുകൂടാതെ തന്നെ അട്ടപ്പാടിയിലൂടെയാണ് ഈ ശിരുവാണി ഒഴുകുന്നത്. മാത്രവുമല്ല
തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടും ഏതാണ്? ഈ ശിരുവാണിയിലെ അണക്കെട്ടാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയും ഭവാനിപ്പുഴയാണ്. ഏതാണ്? മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നതും ഭവാനിപ്പുഴയിലാണ്. എന്തൊക്കെയാണ്? കേരളത്തിലെ ഭവാനിപ്പുഴയുടെ കേരളത്തിലെ നീളമാണ് 37.5 കിലോമീറ്റർ. ആകെ നീളം എന്ന് പറഞ്ഞാൽ 117 കിലോമീറ്റർ ആണ്. ഉത്ഭവം നീലഗിരിയിലും പതനസ്ഥാനം തമിഴ്നാട് കാവേരിയിലും. ഭവാനിയുടെ പ്രധാന പോഷക നദി ഏതാണ്? ശിരുവാണി. ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട്. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് ഏത്? വരയാർ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ശിരുവാണി. ഇപ്പൊ 2 പോഷക നദികളുണ്ട് ഭവാനിക്ക്. ഒന്ന് ശിരുവാണിയും ഒന്ന് വരയാറും ട്ടോ. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിരുവാണിയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നു. പിന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടും ശിരുവാണി അണക്കെട്ടാണ്. പിന്നെ മുക്കാലി തടയാണ് സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ്? ഭവാനിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഉള്ളതാണ് ഏത്? പാമ്പാർ. പാമ്പാർ കേരളത്തിലെ നീളം എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ ആണ്. പക്ഷെ ആകെ മൊത്തത്തിലുള്ള നീളം 31 കിലോമീറ്ററോളം വരുന്നുണ്ട്. കേരളത്തിൽ 25 കിലോമീറ്റർ മാത്രമേ പാമ്പാർ ഉള്ളൂ. എന്നാൽ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. പാമ്പാർ ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കില് ബെന്മൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത്? പാമ്പാർ ഉത്ഭവിക്കുന്നത്. എവിടെയാണ് പാമ്പാറിന്റെ ഉത്ഭവം? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കില് ബെന്മൂറിലാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. പാമ്പാറിന്റെ പതന സ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കാവേരിയാണ്. തമിഴ്നാട്ടിലെ കാവേരിയിലാണ് എന്താ? പാമ്പാറും പതിക്കുന്നത്. അതേപോലെ തമിഴ്നാട്ടിലെ കാവേരിയിലാണ് കബനിയും പതിക്കുന്നത്. കബനിയും അവിടെ തന്നെയാണ് പതിക്കുന്നത്. പിന്നെ എന്താണ്? സോറി ട്ടോ, ഒരു വ്യത്യാസം ഉണ്ടടാ. കർണാടകയിലെ കാവേരിയിലാണ് കബനി പതിക്കുന്നത് ട്ടോ. ശ്രദ്ധിക്കണമേ, മാറിപ്പോവരുത്. കബനി പതിക്കുന്നത് കർണാടകയിലെ കാവേരിയിലാണ്. കർണാടകയിലെ കാവേരി നദിയിലാണ് കബനി പതിക്കുന്നത്. എന്നാൽ എന്താ? ഈ ഭവാനിപ്പുഴയും ഈ പറയുന്ന പാമ്പാറും പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരിയിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കാവേരിയിലാണ് ഭവാനിയും പാമ്പാറും പതിക്കുന്നത്. എന്നാൽ കബനി പതിക്കുന്നതോ കർണാടകയിലെ കാവേരിയിലാണ്. മാറരുത്, ശ്രദ്ധിക്കണം. കബനി പിന്നെ എല്ലാം കായിലാണ് ഇതാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് പതിക്കുന്നത് എന്താണ്? അതായത് കബനി പതിക്കുന്നത് കാവേരി, കർണാടക ഒക്കെ ഒരു കാക്ക എന്ന് പറയുന്ന ഒരു സീക്വൻസിൽ പോകുന്നുണ്ടല്ലോ. എന്നാൽ ഭവാനിയും പാമ്പാറും പതിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കാവേരിയിലാണ് ഭവാനിയും പാമ്പാറും പതിക്കുന്നത്. പിന്നെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയും പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയും പാമ്പാറാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദിയിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയും പാമ്പാറാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ. തലയാർ എന്ന പറഞ്ഞ പേരിലും പാമ്പാർ അറിയപ്പെടുന്നു. പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരവിക്കുളം, മൈലാടി, തീർത്ഥമല, ചെങ്കല്ലാർ, തേനാർ. ചെറിയ നദിയാണെങ്കിലും പോഷക നദികൾ 5 ഉണ്ട്. ഏതൊക്കെയാണ്? ഇരവിക്കുളം, മൈലാടി, തീർത്ഥമല, ചെങ്കല്ലാർ, തേനാർ. ഇതൊക്കെയാണ് പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് ഏത്? അമരാവതി ട്ടോ. എന്താണ്? പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. അപ്പൊ പാമ്പാർ എന്താ നോക്കാം. കേരളത്തിലെ പാമ്പാറിന്റെ നീളം 25 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ആകെ നീളം 31 കിലോമീറ്ററോളം വരുന്നുണ്ട്. പാമ്പാർ ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് ബെന്മൂറിലാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. പാമ്പാറിന്റെ പതന സ്ഥാനമോ? തമിഴ്നാട്ടിലെ കാവേരിയില്. അതേപോലെ തമിഴ്നാട്ടിലെ കാവേരിയിൽ പതിക്കുന്നതാണ് ഭവാനി. എന്നാൽ കർണാടകയിലെ കാവേരിയിൽ പതിക്കുന്നതോ കബനി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി. പിന്നെ എന്താ? വേറൊരു ഫാക്ട് എന്താ? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയും പാമ്പാറാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരെന്താണ്?
തലയാർ. പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ ഇരവിക്കുളം, മൈലാടി, തീർത്ഥമല, ചെങ്ങല്ലാർ. പിന്നെ ഏതാ? തേനാർ. ഇതില് പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാണ്? അമരാവതി. ഇത്രയുമാണ് കേരളത്തിലെ പ്രധാന നദികളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം അവസാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. PDF അയക്കുന്ന സമയത്ത് ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞ് അതായത് എൻ്റെ ക്ലാസ്സും കേട്ട് പിന്നെ നിങ്ങൾക്ക് അത് ഈ PDF വായിക്കുമ്പോൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തറവായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ മൈൻഡിനെ പോകൂല. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലതുപോലെ പരിശ്രമിക്കുക. Have a nice day. Thank you all.